മോനെ ഇത് എന്താ ഈ കിടപ്പ്? ഇന്ന് സ്കൂളേ അവധിയുള്ളൂ. സേവിച്ചിൻ്റെ മംഗളം ബ്യൂറോയ്ക്ക് അവധിയില്ല. ഓ, സ്വപ്നമായിരുന്നു. സേവി എഴുന്നേറ്റ് തല ചൊറിഞ്ഞു. ഒന്ന് നീണ്ടു നിവർന്നു. കാലത്തെ ശോകാണല്ലോ സേവി. ഒന്നുമില്ലടി, ഞാൻ നിന്റെ അമ്മച്ചിയെ സ്വപ്നം കണ്ട്. വിരൽ മടക്കി പൊട്ടിച്ച് സേവി പറഞ്ഞു. ഒപ്പം ചുമരിൽ ചിരിച്ചു നിൽക്കുന്ന മോളിക്കുട്ടിയുടെ കല്യാണ ഫോട്ടോയിലേക്ക് നോക്കി. സേവി സ്വപ്നം ആദ്യമായി കാണുമെന്നല്ലോ. ജോഷിയങ്ങളുടെ കോൾ വന്നിരുന്നു. മിക്കവാറും എങ്കിൽ ബ്യൂറോക്ക് മുന്നിൽ കുത്തിരിപ്പ് തുടങ്ങിക്കാണും. സേവി എഴുന്നേക്കാൻ സിയാര സേവിയുടെ കയ്യിൽ പിടിച്ച് പുതപ്പിനുള്ളിൽ നിന്നും വലിച്ചെടുത്തു. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സിയാര മോൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് സേവി ഗൾഫിൽ ജോലിക്ക് പോയത്. അന്ന് മോളിക്കുട്ടി സേവിയുടെ അമ്മച്ചിയുടെ കൂടെയായിരുന്നു. അമ്മച്ചിക്ക് സ്ട്രോക്ക് വന്ന് കിടപ്പിലായപ്പോൾ സേവി നാട്ടിൽ വന്നു. പിന്നെ സേവി ഗൾഫിൽ പോയില്ല. അന്ന് മോൾക്ക് 7 വയസ്സ് പ്രായം. ഇളയമോൾ അമ്മച്ചിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതും തറവാട് ഭാഗം വെച്ചതും ആയതോടെ സേവിയും മോളും താമസം മാറി ഇങ്ങോട്ട് പോന്നു. പിന്നെ ഈ വീട്ടിൽ 1.5 വർഷം സന്തോഷത്തോടെ ജീവിച്ചു. അപ്രതീക്ഷിതമായ ഒരു റോഡ് ആക്സിഡന്റിൽ ആയിരുന്നു മോളി മരണപ്പെട്ടത്. ആകെ തകർന്നു പോയ സേവിച്ചിന് പിന്നെ ആ ദുഃഖത്തിൽ നിന്നും കരകയറാൻ 7-8 മാസം എടുത്തു. ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും മുക്തി നേടിയെങ്കിലും പിന്നെ ഇന്നേവരെ സന്തോഷത്തോടെ ഉള്ളു തുറന്നൊന്ന് ചിരിക്കുന്നത് ആരും കണ്ടിട്ടില്ല. വേറൊരു പെണ്ണ് കെട്ടാൻ എല്ലാവരും പ്രേരിപ്പിച്ചെങ്കിലും കെട്ടുന്നത് പോയിട്ട് മുഖത്ത് നോക്കാൻ പോലും സേവിച്ചിന് തോന്നാറില്ല. മോളുകുട്ടിയേതെ എപ്പോഴും എൻ്റെ നെഞ്ചിലുണ്ടെന്ന് ഷർട്ടിൻ്റെ ബട്ടൺ അഴിച്ച് കാണിച്ചു കൊടുക്കും. ഉറ്റമിട്ടതും ജോഷിക്കും ബന്ധുക്കൾക്കും. സ്വന്തം കല്യാണം ഉപേക്ഷിച്ചിട്ട് പിന്നെ മറ്റുള്ളവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാമെന്ന നിലപാടായിരുന്നു സേവിയെ ഒരു കല്യാണ ബ്യൂറോ തുടങ്ങാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെയാണ് മംഗളം മാരേജ് ബ്യൂറോ തുടങ്ങിയത്. കൂടാതെ അല്ലറ ചില്ലറ ഭൂമി കച്ചടവും ബ്രോക്കർ പണിയുമൊക്കെയായി ജീവിതം മുന്നോട്ട് പോകുന്നു. എഴുന്നേറ്റ് ബ്രഷും പേസ്റ്റും കൊണ്ട് സേവിച്ച് കണ്ണാടിക്ക് മുന്നിൽ ഉറക്കം തുടങ്ങി നിന്നു. എൻ്റെ പൊന്നു മോളെ, ഇന്നത്തെ എൻ്റെ സ്വപ്നം വേഗം തീർന്നു പോയലോടെ, കഷ്ടം. സ്വന്തം നെഞ്ചിലേക്ക് നോക്കി സേവിച്ച് തടവിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ അല്ലയോ നീയുള്ളത് എന്ന് ചിന്തിച്ചുകൊണ്ട് മൊബൈൽ ഫോൺ അടിക്കുന്നത് അതിനിടയിൽ കണ്ടപ്പോൾ ഇപ്പോൾ ഒരടാവി എന്നും പറഞ്ഞ് എടുത്തപ്പോൾ തന്നെ സേവി കട്ടാക്കി. പണ്ട് കുളിക്കാൻ കയറുമ്പോൾ മുഖത്തും ശരീരത്തും സോപ്പ് തേച്ച് പതപ്പിച്ച് നിൽക്കുമ്പോൾ മോളിക്കുട്ടി കളിതമാശയ്ക്ക് താഴേക്കുള്ള വെള്ളത്തിൻ്റെ പൈപ്പ് ഓഫാക്കുന്നതിൽ പതിവുണ്ട്. എന്നിട്ട് സോപ്പ് കണ്ണിൽ പോയി കണ്ണു തുറക്കാനാവാതെ അനങ്ങാൻ പറ്റാണ്ട് നിൽക്കുന്ന സേവിച്ചിന് വെള്ളം തീർന്നു പോയെന്ന് പറഞ്ഞ് ബക്കറ്റുമായി വരും. എന്നിട്ട് മിണ്ടാതെ പുറത്തു വന്ന് സോപ്പ് നിറ നിറഞ്ഞ സേവിയുടെ പുറത്ത് സേവിച്ചാ ഐ ലവ് യു എന്നെഴുതും. ഒറ്റയടിക്ക് സേവിച്ചിന് മോളിക്കുട്ടി എഴുതിയത് പിടികിട്ടും. വേറെ പലതും മോളിക്കുട്ടിയുടെ ഭാവനയിൽ വിരിയും. പറയാൻ കൊള്ളില്ല. അത് സേവി മാത്രം അറിഞ്ഞാൽ മതി. മനസ്സുകൊണ്ട് സേവിച്ചിന് അതറിയണം. വാക്കുകൾ കൊണ്ട് കേട്ടറിയുന്നതിനേക്കാൾ ഒരു പ്രത്യേക സുഖമുണ്ട് മോളിക്കുട്ടിയുടെ വികാരം. അങ്ങനെ വിരലുകൾ കൊണ്ട് സ്പർശിക്കപ്പെട്ട അവളുടെ വരികളിൽ നിന്നും വഴുതി തൻ്റെ മനസ്സിലേക്ക് വീഴുമ്പോൾ പിന്നെ കുളിമുറിയിൽ സേവിയുടെ പുറം മോളിക്കുട്ടിക്ക് പുസ്തകത്താൾ പോലെ നിവർന്നു നിൽക്കും. ഇപ്പോൾ എന്നതാണ് നീ എഴുതിയത്? സേവിക്ക് ചിലപ്പോൾ ചിലത് പിടുത്തം കിട്ടില്ല. അയ്യോ, അത് വായ കൊണ്ട് പറഞ്ഞാൽ മോശമാണ് സേവിച്ച. മോളിക്കുട്ടി പറഞ്ഞത് ഏതാണ്ടൊക്കെ ഊഹിച്ച് കണ്ണു തുറക്കാൻ പറ്റാതെ സേവിച്ചിന് അവളെ ചുറ്റിപ്പിടിക്കും. എന്നതാടി മോശം? കെട്ടിയോണും കെട്ടോളും കിടക്കുന്നത് മോശമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? മോളിയാണെങ്കിൽ അന്നേരം സേവിയുടെ കണ്ണിൽ സോപ്പ് വീണ്ടും വാരി തേച്ച് നിന്ന് ചിരിക്കുകയാവും. അന്ധനായ ഒരു സർപ്പം ചുറ്റി വരിയുന്ന പോലെയാവും പിന്നെ മോളിക്കുട്ടിക്ക് സേവിച്ചിന് അനുഭവപ്പെടുക. അങ്ങനെ അന്ന് ആ കുളിമുറി ഒരു മണിയറയാകും. പൈപ്പിലെ വെള്ളം പെട്ടെന്ന് ശക്തി കൂടിയപ്പോൾ സേവിയുടെ ഓർമ്മകളിൽ നിന്നും മനസ്സ് കുടഞ്ഞു. അപ്പച്ചാ, കുളി കഴിഞ്ഞോ? സിയാരയുടെ ശബ്ദം. ആ, കഴിഞ്ഞ്. തുടങ്ങിയത് പോലുമില്ല സേവി. വെറുതെ ഒരു നുണ. കുളിച്ചു വന്നപ്പോൾ സിയാരയോട് ചോദിച്ചു, ആരാ വന്നത്? പള്ളിപ്പിരിവാ. സേവിയെ കണ്ടോളെന്ന് പറഞ്ഞവർ പോയി. മുറിയിൽ കയറി സേവി തേച്ച് മടക്കി വെച്ച ഷർട്ട് കുടഞ്ഞു. സേവി, ചപ്പാത്തി ആട്ടോ. സിയാര മേശപ്പുറത്ത് വെച്ചു. പറച്ചിൽ കേട്ടാൽ കരുതും നീ വെളുപ്പിന് എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് പറത്തി ഉണ്ടാക്കിയ ഭാവല്ലേ. ഇതാ പിള്ളച്ചേട്ടൻ്റെ കടയിൽ നിന്ന് വാങ്ങിയ ഹാഫ് കുക്ക് ചപ്പാത്തി അല്ലേടി. പുച്ഛ അഭിനയിച്ച് സേവി കള്ളക്കണ്ണിറക്കി പറഞ്ഞു. അതെ, വെളുപ്പിന് എണീറ്റ് പറത്തി ചുട്ടു തരാനേ ഇയാൾ വേറെ ആളെ നോക്കിക്കോണം. ഒരു പെണ്ണ് കിട്ടാനാണോ വിഷമം? ആ കമ്പ്യൂട്ടറിൽ ഒരു കുത്തിയാൽ മതിയല്ലോ. കിടക്കല്ലേ 10,000 പെമ്പിള്ളേര്. പെമ്പിള്ളേരോ? എനിക്കോ? ഷർട്ടിന്റെ കൈമടക്കിക്കൊണ്ട് ചിരിയോടെ സിയാരയെ നോക്കാതെ തല താഴ്ത്തി ചിരിച്ചുകൊണ്ട് സേവി പറഞ്ഞു. അല്ല തള്ളച്ചിമാര് മതിയോ എൻ്റെ അപ്പ? നിങ്ങൾക്ക് അതിന് വലിയ പ്രായമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ സേവി സുന്ദരക്കുട്ടപ്പനല്ലേ? എന്നൊരു ഗ്ലാമറായി ചുരുളൻ പിടിക്കും. ഏത് പെണ്ണും ഓ അല്ല അമ്മച്ചിമാരെ അവർ വീണു പോകും. പോടി.
സേവി അവളുടെ തോളത്ത് ഒരടി വെച്ചു കൊടുത്തു. ചായ കുടി കഴിഞ്ഞ് സ്കൂട്ടർ സ്റ്റാർട്ടാക്കുമ്പോൾ സേവി ഉറക്കെ വിളിച്ചു പറഞ്ഞു, സിയ, ഉച്ചയ്ക്ക് ഊണ് അപ്പച്ചൻ വാങ്ങിക്കൊണ്ട് വരാം, നീ ഉണ്ടാക്കണ്ട. ശരി സേവി. സിയാര അപ്പച്ചൻ പോയി മറന്നപ്പോൾ വാതിലടച്ചു. ശ്രീനിവാസന് മേശയ്ക്ക് മുകളിൽ അലക്ഷ്യമായി വെച്ച തൊപ്പിയെടുത്ത് കൊടുത്തു ധന്യ. ഉച്ചയിൽ നിന്നും ധന്യയുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒതുക്കി വെച്ച ബൈക്കെടുത്ത് പോവാൻ നേരത്ത് ശ്രീനി ധന്യയോട് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു, കൊള്ളാവുന്ന ഇനങ്ങൾ വന്നാൽ അറിയിക്കേ. ശരി സാറേ. ധന്യ അകത്തേക്ക് വന്നപ്പോൾ അഴിച്ചിട്ട് ചേല മുറുക്കിയെടുത്ത് ഒരു പെൺകുട്ടി വന്നു. ശ്രീനിയെ നോക്കി പിറുപിറുത്തു, ആ സാറിന് എന്തൊരു ഗമയാ. ഗമയാണെങ്കിലും കാശ് കൃത്യമായി തന്നിട്ടല്ലേ പോയത്. പോരാത്തതിന് സിറ്റി ലോഡ്ജിൽ നിന്നും നിന്റെ കൂട്ടുകാരെ പെണ്ണുങ്ങളെ പിടിച്ച കേസിൻ്റെ ഒതുക്കലും. ശ്രീനി വീടിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഹോണടിച്ച് ചെവിക്കല്ല് പൊട്ടിക്കാൻ തുടങ്ങി. മോളെ, ദേ ശ്രീനി വന്നു. അകത്തു നിന്നും അമ്മ ജാനകി വിളിച്ചു പറയുന്നത് കേട്ടപ്പോൾ തന്നെ അവൾ വെളിയിലേക്ക് ഓടി. അല്ലെങ്കിൽ ശ്രീനിയുടെ ഭരണിപ്പാട്ട് ഈ ഏരിയ മുഴുവൻ കേൾക്കുന്നവൾക്ക് നന്നായി അറിയാം.